ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ സ്വന്തം മകനെ ആദരിക്കാതെ നമുക്കു വേണ്ടി ഏൽപ്പിച്ചവൻ നമുക്കു ദോഷം ചെയ്തിടുമോ വാടിപ്പോകാതെ ഏലിയാവിനു കാക്കയാലെ അപ്പം കൊടുത്ത യേശുനാഥൻ ഇന്നും നമുക്കായി കരുതുന്നതിനാൽ വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് മണ്ണയും വെള്ളവും കൊടുത്ത നാഥൻ ഇന്നും നമുക്കായി ജീവിക്കുന്നതാൽ വാടിപ്പോകാതെ ഉറ്റവർ കൈവിട്ട ആദാരിൻ മകന് മരുവിലുറവ തുറന്ന കർത്തൻ നമുക്കും പുതുവഴി തുറന്നു തന്നിടും വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ
ചൂളമധ്യത്തിൽ എരിഞ്ഞെന്നാലും പടകുലഞ്ഞ് വലഞ്ഞെന്നാലും നാലാമനായവൻ വെളിപ്പെടുമേ വാടിപ്പോകാതെ. കണ്ണുനീരില്ലാത്ത വീടൊരുക്കി തന്റെ മക്കളെ തന്നോട് ചേർക്കുവാൻ എത്രയും വേഗം യേശു വന്നിടും വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മുകുത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കട്ടെ. മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ തന്നെ പറഞ്ഞ വചനമുണ്ട്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും ഒന്നാമത്തെ പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ പ്രാചീന കാലത്ത് മനുഷ്യൻ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞതായ ഒരു വചനമുണ്ട്. മനുഷ്യൻ ആരാണെന്നും അവൻ എന്താണെന്നെല്ലാം പറയുന്നൊരു വചനമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 4:19. ഇയ്യോബ് 4:19. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞ് അരഞ്ഞു പോകുന്നവനാണ് മനുഷ്യൻ. ഇതാണ് മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ തന്നെ പറഞ്ഞ വാക്കിതാണ്. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് അവസാനം പുഴുപോലെ ചതഞ്ഞ് അരഞ്ഞു പോകുന്നതായ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളതായ മനുഷ്യന് വേണ്ടിയാണ് ദൈവം എന്തൊരുക്കിയത്? ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. എന്താണ് കർത്താവിൻ്റെ വചനം പറയുന്നത്? യോഹന്നാൻ 14 ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ, ഈ പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുവിനെ പോലെ ചതഞ്ഞരഞ്ഞു പോകുന്ന മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയത് എന്താണ്? അതുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തിയേറിയൊരു വചനം, ഇത്ര പ്രത്യാശയുടെ ഒരു വചനം. മൺപുരകളിൽ പാർത്ത്, മണ്ണിൽ നിന്ന് ജനിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞരഞ്ഞു പോകുന്ന മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കുന്നത് സ്വർഗത്തിലെ മനോഹരമായൊരു ഭവനം. അവനെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇബ്രാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. പ്രിയപ്പെട്ടവരെ, നോഹ അവന് വിശ്വാസം കിട്ടി. ആ വിശ്വാസം അവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ദൈവമക്കളെ, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ചെറുപ്പകാലം മുതൽ നിങ്ങൾക്കൊരു ക്രൈസ്തവ വിശ്വാസമുണ്ട്.
ചെറുപ്പകാലം മുതൽ പള്ളിയിൽ പോയിട്ടുണ്ട്, വചനം കേട്ടിട്ടുണ്ട്, കുദാശകൾ പ്രാപിച്ചിട്ടുണ്ട്, മാമോദീസ മുങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നോഹ അവന്റെ വിശ്വാസം അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. നോഹ അവന്റെ വിശ്വാസം അവന്റെ ഭാര്യയും അവന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അടങ്ങിയ ആ കുടുംബം ദൈവകോപത്തിൽ നശിക്കാതെ, എൻ്റെ കുടുംബം ദൈവകോപത്തിൽ നശിക്കാതെ അത് നിലനിൽക്കേണ്ടതിന് അന്നത്തെ ആ നോഹ അവന്റെ വിശ്വാസം അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. നിങ്ങൾക്ക് ബാല്യം മുതൽ കിട്ടിയ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി, കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസം അഥവാ ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾക്കും പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതാണോ? നോഹ അവന്റെ വിശ്വാസം ഉപയോഗിച്ചു. ദൈവമക്കളെ, നമുക്ക് പിന്നെയും പല കാര്യങ്ങൾ വായിച്ചു നോക്കാൻ സാധിക്കും. അബ്രഹാമിന് വിശ്വാസം കിട്ടി. അബ്രഹാം എന്തിനു വേണ്ടി അവന്റെ വിശ്വാസം ഉപയോഗിച്ചു? ദൈവം തനിക്ക് വാഗ്ദത്തം ചെയ്തത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും തൻ്റെ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്നും അബ്രഹാം തൻ്റെ വിശ്വാസം അവൻ്റെ ഭാവിക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം നിങ്ങൾക്ക് എന്തിന് പ്രയോജനപ്പെടുന്നു? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എന്തിന് പ്രയോജനപ്പെടുന്നു? കർത്താവായ യേശു ജീവിച്ച കാലത്ത് കുഷ്ഠരോഗികളുണ്ടായിരുന്നു, കണ്ണുപൊട്ടന്മാരുണ്ടായിരുന്നു, അനേക രോഗികളുണ്ടായിരുന്നു. അവരിൽ പലരും അവരുടെ വിശ്വാസം അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു, അവർ കർത്താവിലേക്ക് തിരിഞ്ഞു, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. അവർ കർത്താവായ യേശു ആ വിശ്വാസം അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6, 8, 9, 10 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് ഒരേ വാക്യങ്ങൾ വായിക്കാൻ സാധിക്കും. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ വിശ്വാസം ഉപയോഗിക്കുന്നില്ല. ഇന്ന് അനേകരും അവരുടെ വിശ്വാസം ഉപയോഗിക്കുന്നില്ല. നമുക്ക് നോക്കാം എന്തിനാണ്. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അവിടെ അരുളപ്പാട്. താഴത്തേക്ക് വായിക്കാം. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ അനർത്ഥം വന്നു, പട്ടിണി വന്നു, ദാരിദ്ര്യം വന്നു, രോഗം വന്നു, ഭിന്നത വന്നു, ഭാര്യ ഭർത്താവ് തമ്മിലൊക്കെ കുറവ് വന്നു. പക്ഷേ മനുഷ്യൻ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല, ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല, കർത്താവിലേക്ക് തിരിഞ്ഞു മാനസാന്തരത്തിലേക്ക് വരുന്നില്ല. അതാണ് തിരിയുക എന്ന് പറഞ്ഞത്. അതിന് താഴത്തേക്ക് വായിച്ചാൽ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കാണാം ഇത് തന്നെ വാക്യം വായിക്കുന്നത്. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല, പല്ലിൻ്റെ വെടിപ്പ്, വീട്ടിൽ ഭക്ഷണമില്ല, ദാരിദ്ര്യമുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് വരുന്നില്ല. മക്കൾ പരീക്ഷയിൽ തോറ്റുപോകുന്നു, കുഞ്ഞുങ്ങൾ പിറക്കുന്നില്ല. പക്ഷേ ഒരുമിച്ചിരുന്നെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് വരുന്നില്ല. മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല. മനുഷ്യൻ അവൻ്റെ വിശ്വാസം അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നിങ്ങൾക്കറിയാം, കർത്താവായ യേശുവിൻ്റെ ആ ക്രൂശിൻ്റെ 2 വശത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിൽ ഒരുവനും അവൻ്റെ വിശ്വാസം ഉപയോഗിച്ചു, മറ്റൊരുത്തനും അവൻ്റെ വിശ്വാസം ഉപയോഗിച്ചില്ല. വലത്ത് ഭാഗത്തെ കള്ളൻ അവൻ്റെ വിശ്വാസം ഉപയോഗിച്ചു. അവൻ കർത്താവിനെ വിളിച്ചു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ, അഥവാ എനിക്ക് ദൈവരാജ്യം തരണമേ എന്ന് അവൻ്റെ വിശ്വാസം അവൻ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പാപം മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ മദ്യപാനം മാറിക്കിട്ടാൻ വേണ്ടി സഹോദരങ്ങളെ നിങ്ങൾ മുട്ടിപ്പായി നിങ്ങളുടെ വിശ്വാസം ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ കലഹം മാറാൻ വേണ്ടി, കുടുംബത്തിലെ ഭിന്നത മാറാൻ വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണക്കക്കുറവ് മാറാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാന്തത വരാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസം പ്രയോജനപ്പെടുന്നുണ്ടോ? സഹോദരങ്ങളെ, നാം എല്ലാം ക്രിസ്ത്യാനികളാണ്. ധാരാളം ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ധാരാളം കുരിശുപള്ളികളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ നമ്മുടെ വിശ്വാസം നാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു മനസ്സുണ്ടാകാൻ അത് പ്രയോജനപ്പെടുന്നുണ്ടോ? ഒന്ന് പ്രശ്നം വരുമ്പോൾ
ദൈവത്തിങ്കിലേക്ക് ഇന്ന് തിരിയാൻ ഉപയോഗിക്കുന്നുണ്ടോ? അനേകരും ദൈവത്തിൻ്റെ വേദനയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. മനുഷ്യൻ എങ്കിലേക്ക് തിരിയുന്നില്ല. ദൈവം വേദനിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം ഞാൻ കേട്ടത് അതാണ്. യെരൂശലേമേ യെരൂശലേമേ, നീ എങ്കിലേക്ക് തിരിയുന്നില്ല. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വരുന്നില്ല. ദൈവത്തിൻ്റെ വേദനയേറിയ ശബ്ദം. പ്രിയപ്പെട്ടവരെ, ദൈവം കരയുന്നു. മനുഷ്യൻ ദൈവത്തെ നോക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. ദൈവം കരയുന്നു. നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ദൈവം ആഗ്രഹത്തോടെ മനുഷ്യനോട് സംസാരിക്കുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്യം ആദ്യം വായിച്ചു നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാല അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. സഹോദര, നിന്റെ കാലിടറുന്ന ഒരു കാലം വരുന്നുണ്ട്. നിന്റെ കാലിന് ബലം കുറയുന്ന ഒരു കാലം വരുന്നുണ്ട്. നിനക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കാലം വരുന്നുണ്ട്. നീ പ്രതീക്ഷിച്ചതുപോലെയല്ല നിന്റെ ഭാവി. ഒരു ഇരുട്ട് വരുന്നുണ്ട്. ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവി നാം നിശ്ചയിക്കുകയല്ല. പിശാചിന്റെ പ്രവർത്തന ഫലമായി അനേക ഇരുട്ടുകൾ, അനേക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇരുട്ടാകുന്നതിന് മുമ്പ്, നിന്റെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. സഹോദരങ്ങളെ, ജീവിതം കലങ്ങുന്നതിന് മുമ്പ്, ഇനിയും താറുമാറാകുന്നതിന് മുമ്പ്, ജീവിതം ഇനിയും നശിക്കുന്നതിന് മുമ്പ് നിത്യനായ ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. കൂശ്യന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് കൂശിന് തൻ്റെ ത്വക്ക്, കറുത്ത വർഗ്ഗക്കാരന് അവൻ്റെ തൊലി മാറ്റാൻ കഴിയുമോ? പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളി മാറ്റാൻ കഴിയുമോ? ഇതൊക്കെ അസാധ്യമാണെങ്കിലും ഇന്ന് മദ്യപിക്കുന്ന നിനക്ക് മദ്യം കൂടാതെ ജീവിക്കാൻ കഴിയും. ഇന്ന് ദോഷം മാത്രം ചെയ്യുന്ന നിനക്ക്, പ്രിയപ്പെട്ടവരെ, അത് ഇല്ലാതെ ജീവിക്കാൻ കഴിയും. അതാണ് മനുഷ്യൻ്റെ ഭാവി. അതാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഭാവി. അതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന ഭാവി. നമുക്ക് കഴിവില്ലാത്തത് ദോഷം മാത്രം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ, വഴക്കും വക്കാണവും മദ്യപാനവും മൂലം നശിക്കുന്ന മനുഷ്യന് നശിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ദൈവം വേദനിക്കുന്നു. കാരണം എന്താണ്? അതിൻ്റെ അവസാനത്തെ വാക്യം, 27-ാമത്തെ വാക്യം. നിന്റെ വ്യഭിചാരം, മതഗർജനം, വേശ്യാവൃത്തിയുടെ വഷളത്വം എന്നീ മ്ലേച്ഛതകളെ ഞാൻ വയലുകളിലെ കുന്നുകളിന്മേൽ കണ്ടിരിക്കുന്നു. യെരൂശലേമേ, നിനക്ക് അയ്യോ കഷ്ടം. നിർമ്മലയായിരിക്കാൻ നിനക്ക് മനസ്സില്ല. മനുഷ്യന് വിശുദ്ധനാകാൻ മനസ്സില്ല. ക്രിസ്ത്യാനിക്ക് പാപം വിടാൻ മനസ്സില്ല. അശുദ്ധി വിടാൻ മനസ്സില്ല. മദ്യപാനം വിടാൻ മനസ്സില്ല. വിശുദ്ധനാകാൻ നിനക്ക് മനസ്സില്ല. അതാണ് ദൈവം വേദനയോടെ പറയുകയാണ്. അഹങ്കാരം വിടാൻ മനസ്സില്ല. എളിമപ്പെടാൻ മനസ്സില്ല. ഒന്ന് വിനയപ്പെടാൻ മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്നേഹിക്കാനുള്ള മനസ്സില്ല. ഒന്ന് താന്നു കൊടുക്കാനുള്ള മനസ്സില്ല. അതാണ് മനുഷ്യന്റെ ആ പിടിവാശി. ഒന്ന് വിനയപ്പെടാൻ മനസ്സില്ലാത്ത മനുഷ്യൻ. വിനയപ്പെടാൻ മനസ്സില്ല. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. പ്രിയപ്പെട്ടവരെ, സിയോൻ പുത്രിയുടെ മതിലെ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ മതിലുകളാണ്. നിങ്ങളുടെ ഭവനത്തിന്റെ മതിൽ നിങ്ങളാണ്. സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണീരൊഴുക്കി കരയുക. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ മതിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? കർത്താവായ യേശു നിങ്ങളുടെ ഭവനം എങ്ങോട്ട് പോകണം, അതിന്റെ സംരക്ഷണം നിങ്ങളുടെ കയ്യിലാണ്. ആ ഭവനത്തിന്റെ സൂക്ഷിപ്പുകാർ നിങ്ങളാണ്. സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണീരൊഴുക്കി കരയുക. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കരയാനുള്ളൊരു മനസ്സ് വരണം. വിനയപ്പെടാനുള്ളൊരു മനസ്സ് വരണം. അതിനാണ് അറിവെന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിന് മുമ്പാകെ കരയാനുള്ളൊരു മനസ്സ് ഭാര്യമാർക്കുണ്ടെങ്കിൽ അവരാണ് ഭവനത്തിൻ്റെ മതില്. അമ്മയാണ് ഭവനത്തിൻ്റെ മതില്. ഭാര്യയാണ് ഭർത്താവിൻ്റെ മതില്. ആ മതിലുകൾ കരയുന്ന മതിലുകൾ ഉണ്ടാകണം. കരയുക, ഫലം കിട്ടും. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്ന് അറിവില്ലായ്മയാണ്.
ഇതെല്ലാം എങ്ങനെ മാറിക്കിട്ടും? അനേകരുടെ കുടുംബത്തിൽ സമാധാനം കാണുന്നു, സന്തോഷം കാണുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് കിട്ടുക? ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടുക? ആ അറിവില്ലായ്മയാണ് മനുഷ്യന് ഇന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, എന്താണ് വഴി? വഴിയൊന്നേ ഉള്ളൂ. ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചിട്ടുണ്ട്. ആ കർത്താവിങ്കലേക്ക് തിരിയുക, കർത്താവിങ്കലേക്ക് തിരിയുക, ജീവനുള്ള ക്രിസ്തുവിലേക്ക് തിരിയുക. സഭ മാറുകയല്ല, വേറെ ഏതെങ്കിലും മതം മാറുകയല്ല. ഹൃദയം കർത്താവിന് കൊടുക്കുക. നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിന് മുമ്പാകെ വിനയപ്പെടുക. നമ്മുടെ പാപം ഏറ്റുപറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയുക. ദാവീദ് രാജാവ് മഹാപാപം ചെയ്ത ദാവീദ് പല പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം. ഒരു ദിവസം ഒരു രാത്രി ദാവീദ് ഹൃദയം കൊണ്ടങ്ങ് ചിരിച്ചു സന്തോഷിച്ചു. എൻ്റെ കാരണം മറ്റൊരുത്തൻ്റെ ഭാര്യ ദാവീദിൻ്റെ കിടക്കയിൽ വന്നു. സന്തോഷിച്ചു, മതി പറഞ്ഞ് സന്തോഷിച്ചു. പക്ഷേ പിന്നീട് ഒരിക്കലും ദാവീദ് കരയാതിരുന്നിട്ടില്ല. ഒരിക്കൽ മറ്റൊരുത്തൻ്റെ ഭാര്യ തൻ്റെ കിടക്കയിൽ വന്നതോർത്ത് സന്തോഷിച്ച ദാവീദ് പിന്നീട് ഒരിക്കലും, പ്രിയപ്പെട്ടവരെ, തൻ്റെ ഭവനത്തിൽ കരയാതിരുന്നിട്ടില്ല. അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവനായി. ദാവീദിൻ്റെ അന്ത്യവാക്ക് നിങ്ങൾക്ക് കേൾക്കാം. ഈ ഭൂമിയിൽ മരിക്കുന്ന നേരത്ത് ദാവീദ് എന്ത് പറഞ്ഞാണ് മരിച്ചതെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ മരണമൊഴി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. എൻ്റെ 23-ാമത്തെ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ 6 വാക്കുകൾ. ഈ ലോകത്തിൽ പാപം ചെയ്ത് ജീവിതത്തിൽ വേദന സമ്പാദിച്ച, കഷ്ടം സമ്പാദിച്ച ദാവീദ് മരിച്ചപ്പോൾ എങ്ങനെ മരിച്ചു നമുക്ക് വായിച്ചു കേൾക്കാം. ദാവീദിന്റെ മരണമൊഴി കേൾക്കാം. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. ദാവീദിന്റെ അന്ത്യവാക്കുകൾ ഇശ്ശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. ഇശ്ശായി പുത്രനായ ദാവീദ് അവസാനമായി പറയുന്ന വാക്കുകളാണ്. എന്താണ് പറയുന്നത്? ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. യഹോവയുടെ ആത്മാവ്. മരിക്കാൻ നേരത്ത് ദാവീദ് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഭാവി എന്ന് പറയുന്നതൊക്കെയാണ്. മരണവേദന കാല് മുതൽ തലവരെ എത്തുന്ന പിതാക്കന്മാർ പറയുന്ന പോലെ അന്ത്യവാക്കുകളാണ് ദാവീദ് പറയുന്നത്. എന്താണ് പറയുന്നത്? യഹോവയുടെ ആത്മാവ് എൻ്റെ അകത്ത് സംസാരിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദാവീദിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? അവന്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. മരിക്കാൻ നേരത്തും അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. മരിക്കാൻ നേരത്ത് ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതാണ് മനുഷ്യൻ്റെ ഭാവി എന്ന് പറയുന്നത്. മരണം വരുമ്പോൾ ദൈവമക്കളെ കുറെ കരച്ചിലും വിലാപവും മാത്രമല്ല, മരണം വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ നാവിന്മേലുണ്ട്. ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഭാവിയുള്ളവനാണെന്ന് പറഞ്ഞതാണ്. ഭാവിയുണ്ട് മനുഷ്യന്. അടുത്ത വാക്യം വായിക്കാം. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു. എൻ്റെ പാറയാകുന്ന ദൈവം എന്നോട് അരുളി ചെയ്തു. മരണനേരത്ത് നിത്യനായ ദൈവം ദാവീദിനോട് സംസാരിക്കാൻ വന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ദാവീദിനോട് ആരാണ് സംസാരിക്കാൻ വന്നത്? പള്ളിയിലച്ഛനല്ല, കൂട്ടായ്മയിൽ നടത്തുന്നവരാരുമല്ല, ഒരു പ്രവാചകനുമല്ല വന്നത്. നിത്യനായ ദൈവം ദാവീദ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ കട്ടിലിൽ വന്ന് ദാവീദിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സംസാരിച്ചത്? മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിലെ പ്രകാശത്തിന് തുല്യൻ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രഭാതകാലത്തെ പ്രകാശത്തിന് തുല്യൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, പ്രഭാതകാലത്തെ സൂര്യനാണ് മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്ന സൂര്യൻ. പ്രഭാതകാലത്തെ സൂര്യനാണ്, നട്ടുച്ചയ്ക്കുള്ള സൂര്യനല്ല, അസ്തമനത്തിലെ സൂര്യനല്ല. പ്രഭാതകാലത്തെ സൂര്യനാണ് മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്നതായ സൂര്യൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ സഹായിക്കുന്ന ദൈവം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. മഴയ്ക്ക് മുമ്പുള്ളതായ സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യനായ ദൈവം എൻ്റെ അടുക്കൽ നിന്ന് സംസാരിച്ചു.
വായിച്ചു കേൾക്കാം 5-ാമത്തെ വാക്യം. ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെ അല്ലയോ? ഉം. അവൻ എന്നോടൊരു ശാശ്വത നിയമം ദാവീദ് ചെയ്തുവല്ലോ. പറയുകയാണ്, ദൈവം എന്നോട് സംസാരിക്കേണ്ടക്കവണ്ണം എൻ്റെ ഭവനത്തെ ഞാൻ ക്രമീകരിച്ചിരുന്നു. ഞാൻ മരിക്കുന്ന നേരത്ത് എൻ്റെ ഭവനം അതുപോലെ അല്ലയോ? ദൈവം വന്ന് സംസാരിക്കുന്ന ഒരു ഭവനം എനിക്കുണ്ടായി. അവൻ എന്നോടൊരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. അതെല്ലാറ്റിനും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. ഉം. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കില്ലയോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ എനിക്ക് സകല രക്ഷയും സകല വാഞ്ചയും തന്നെ തന്ന് എന്നെ തഴിപ്പിക്കുകയില്ലയോ? ദൈവമക്കളെ, മരണസമയത്ത് അടുത്തു വരുന്നൊരു ദൈവം, മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നൊരു ദൈവം, നിത്യനായ ദൈവം ദാവീദിനോട് സംസാരിച്ചു, ദാവീദേ, ഞാൻ നീയുമായി ഒരു ശാശ്വത ഉടമ്പടിയുണ്ട്, ഒരു നിലനിൽക്കുന്ന ഉടമ്പടിയുണ്ട്. ഈ നിത്യനായ ദൈവത്തെ നിങ്ങൾക്ക് വേണമോ? രോഗം വന്നാൽ മാറാത്ത ദൈവം, കഷ്ടത വന്നാൽ മാറാത്ത ദൈവം, സഹോദര ശാപം മാറ്റിത്തരുന്നൊരു ദൈവം, ബന്ധനം അഴിച്ചു തരുന്നൊരു ദൈവം, സ്വഭാവം മാറ്റിത്തരുന്നൊരു ദൈവം, നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറ്റിത്തരുന്നൊരു ദൈവം, സകലത്തിനും മതിയായൊരു ദൈവം. നീ അശരണനായി, നീ രോഗാതുരനായി, നിന്റെ കിടക്കയിൽ അവസാന നിമിഷത്തെ നീ കിടക്കുമ്പോൾ നിന്റെ അരികത്ത് വന്ന് നിന്നോട് ശാശ്വതമായ ഒരു ഉടമ്പടി ചെയ്യുന്ന ഒരു ദൈവം, നിന്നോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിന്റെ മരണക്കിടക്കയിലേക്ക് വരുന്ന ഒരു വലിയവനായ ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഭൂമിയിലെ ഏതെങ്കിലും നിക്ഷേപങ്ങളല്ല, സ്വർണ്ണവും വെള്ളിയൊന്നുമല്ല. മരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവുമായി ഉടമ്പടി ചെയ്യുന്ന ദൈവം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ സഹോദര, ശരീരം മരിക്കുകയും ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറുകയും ചെയ്യുമ്പോൾ നിനക്കൊരു ഉടമ്പടി ചെയ്ത ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ ആത്മാവിനെ ദൈവരാജ്യത്തിൽ സ്വീകരിക്കുന്ന വലിയവനായ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുസ്തകം അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഈ നിത്യനായ ദൈവത്തിന് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അവനെ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ മരണക്കിടക്കയിൽ നിങ്ങളോട് സംസാരിക്കാൻ അവൻ വരികയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം അവന് കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ അതിവേദനയുടെ കാലത്ത് നിങ്ങളോട് സംസാരിപ്പാൻ അവന് കിട്ടിയെന്ന് വരികയില്ല. യെരൂശലേമേ, യെരൂശലേമേ, നിന്റെ മലിനത കഴുകിക്കളയാൻ നിനക്ക് മനസ്സില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തോട് യാത്ര പറഞ്ഞാൽ, കർത്താവിങ്കലേക്ക് തിരിഞ്ഞാൽ അങ്ങനെ നിനക്കൊരു അഭിവൃദ്ധിയുണ്ട്. നിന്റെ സന്ദർശനകാലം നീ അറിയുന്നില്ല. നിത്യനായ ദൈവം നിന്നെ സന്ദർശിക്കുന്ന കാലമാണ്. അങ്ങനെ നിന്റെ ഭവനത്തെ നന്നാക്കി തരാൻ, നിന്റെ ഭാവി ശോഭനമാക്കാൻ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്താൻ, നീയും നിന്റെ ഭർത്താവും തമ്മിലുള്ള ഭിന്നത മാറ്റാൻ, നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള അകൽച്ച മാറ്റാൻ, നിങ്ങൾക്കൊരു മനസ്സ് തരാൻ വേണ്ടി ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേറെ ഒന്നിനുമല്ല. പണം പിരിക്കാനല്ല, സഭ മാറ്റാനല്ല, മതം മാറ്റാനല്ല. മകനെ, നിന്റെ മരണക്കിടക്കയിൽ നിന്നോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവിടെ ഒന്ന് വന്ന് ഇരിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട് മകനെ. അതിന് ഇന്ന് രാത്രി നിന്റെ ഹൃദയം എനിക്കൊന്ന് തരാമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നീ മരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നിന്റെ മരണക്കിടക്കയിൽ വന്നിരുന്ന് നിന്നോട് ഈ ഉടമ്പടിയെല്ലാം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും നീയും തമ്മിൽ ഉടമ്പടി ചെയ്തില്ലേ? ആ ഉടമ്പടിയുടെ ഫലമായിട്ട് നിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണെന്ന് ദിവ്യപ്പെട്ടവരെ, നിന്റെ കടക്കരികിൽ വന്ന്, മരണക്കടക്കയിൽ വന്ന് നിന്നോ ഓർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവമാണ് നിനക്കും എനിക്കും വേണ്ടി മരിച്ചത്. അവന്റെ തിരുരക്തമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ രക്തമാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. പ്രിയപ്പെട്ടവരെ, പൊന്തിയോസ് പീലാത്തോസ് 3 പേരെ വിസ്തരിച്ചു. അന്ന് വെള്ളിയാഴ്ച 2 പേരുടെ കുറ്റം തെളിഞ്ഞു, അവർക്ക് കുരിശ് കൊടുത്തു. ഒരാളുടെ കുറ്റം തെളിഞ്ഞില്ല. 3 പേരെ വിസ്തരിച്ചു. ഒരുവൻ കുറ്റമില്ലാത്തവനായിരുന്നു. കുറ്റമില്ലാത്തവനെയും അന്ന് കുരിശിലേക്ക് ഏൽപ്പിച്ചു. അതിൻ്റെ കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. അതിൻ്റെ കാരണക്കാരൻ നീയാണ്. കുറ്റമില്ലാത്തവനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പൊന്തിയോസ് പീലാത്തോസ് വിട്ടുകൊടുത്തെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനാണ്. അതിന്റെ കാരണക്കാരൻ നീയാണ്. മകനെ, അവൻ നിന്റെ മരണക്കിടക്കയിൽ നിന്റെ സമീപത്ത് വന്നിരുന്ന്, മകനെ, ഞാനും നീയും തമ്മിൽ ഉടമ്പടിയില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വലിയവനായ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? കർത്താവ് ഹൃദയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമാണോ? കുരിശിൽ മരിച്ചവൻ നിന്റെ ഉടമസ്ഥനാകാൻ നിനക്ക് ആഗ്രഹമാണോ? മകനെ, ഇന്ന് ജീവിതം കർത്താവിന് കൊടുക്കാൻ നിനക്ക് മനസ്സാണോ? എങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മരണക്കിടക്കയിൽ വരുന്നവനാണ്. നിങ്ങളുടെ മരണക്കിടക്കയിൽ വരുന്നവനാണ്. നസ്രായനായ
മരണവിവർത്തനായിട്ട് ജീവിക്കുന്നവനാണ്. നീ മരിക്കാൻ കിടക്കുമ്പോൾ അന്ന് ദാവീദിന്റെ യിശ്ശായി പുത്രന്റെ അന്ത്യവാക്കുകൾ നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ഒരു ഉടമ്പടിയുണ്ടല്ലോ, ഒരു ഉടമ്പടിയുണ്ടല്ലോ, ഒരു ശാശ്വതമായ ഉടമ്പടിയുണ്ടല്ലോ. നിന്റെ ആത്മാവിനെ ഞാൻ സ്വീകരിച്ചുകൊള്ളാം, നിന്റെ ആത്മാവിനെ ഞാൻ സ്വീകരിച്ചുകൊള്ളാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വലിയവനുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യുകയാണ്. ആത്മാവിന്റെ ഉടമ്പടിയാണ്. സഹോദര, നീ പാപത്തിലേക്ക് പോകരുത്. നീ മരിക്കുമ്പോൾ ശരീരമേ മരിക്കുകയുള്ളൂ, ആത്മാവ് മരിക്കുകയില്ല. ആത്മാവ് നിത്യനായ ദൈവത്തിന്റെ കയ്യിൽ എത്തേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അതിനായി നമുക്ക് ഉടമ്പടി ചെയ്യാം. നിത്യനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, കാൽവരിയിലെ സ്നേഹം ഞങ്ങളെ നിർബന്ധിച്ചിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഈ മക്കളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, അവരുടെ അറിവുകേടുകൾ ക്ഷമിക്കണമേ, പാപത്തിന് മേൽ ജയം കൊടുക്കണമേ, നിർമ്മലനാകാനുള്ള മനസ്സ് കൊടുക്കണമേ, പാപം കൂടാ ജീവിക്കാൻ മനസ്സ് കൊടുക്കണമേ. കുടുംബത്തിൽ ശാപവാക്ക് പറയാതെ അനുഗ്രഹത്തിന്റെ വാക്ക് പറയാനുള്ള നല്ല മനസ്സ് കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് തിരുമാറാകണമേ.